ഹായ് 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 ഹായ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. എന്തുകൊണ്ടാണിപ്പം ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ വിവാഹത്തെ വെറുക്കുന്നത്, അല്ലെങ്കിൽ വിവാഹം വേണ്ടെന്നൊരു തീരുമാനമെടുക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ അത്? ഇപ്പോഴത്തെ എല്ലാ പെൺകുട്ടികളോടും നമ്മളൊരു കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർ നമ്മളോട് പറയുന്നത്, കല്യാണം ഇനിയിപ്പോൾ ഒരു വലിയ കാര്യമൊന്നുമല്ല, കല്യാണമല്ല എല്ലാത്തിലും മുകളിലുള്ള കാര്യം, കല്യാണം ഒരു അവസാന വാക്കൊന്നുമല്ല, അതവിടെ നിൽക്കട്ടെ, സമയമാകുമ്പോൾ നമുക്കത് നടത്താം എന്നവരാണ് നമ്മളോട്, പേരൻസിനോട് പറയുന്നത്. അപ്പോൾ ആ ഒരവസ്ഥ വരെ എത്തി. പഴയ കാലഘട്ടം എന്ന് പറയുമ്പം പേരൻസ്, രക്ഷിതാക്കൾ ഒരു ചെറുക്കനെയോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെയോ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇതാണ് നിനക്ക് പറ്റിയ ചെറുക്കൻ, അല്ലെങ്കിൽ നിനക്ക് പറ്റിയ പെണ്ണ്, അപ്പം നിങ്ങളുടെ കല്യാണം ഞങ്ങളങ്ങ് വാക്ക് പറയുവാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പിക്കുകയാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് പിന്നീട് ഒരു കാലഘട്ടം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. പെണ്ണിനും ചെറുക്കനും തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ ആ വിവാഹം നടക്കും എന്നൊരു തീരുമാനം വന്നു. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി. അതിന് ശേഷം പിന്നെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിച്ചുള്ളൊരു വിവാഹം കൂടുതലായിട്ട് നടക്കുന്നു. ആലോചനാ വിവാഹങ്ങൾ വളരെ കുറവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? രണ്ട് വ്യക്തികളുടെ ഇഷ്ടപ്രകാരം നടന്ന കല്യാണം അവർ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. കൂടി വന്ന 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഒക്കെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. എന്താണ്? പീഡനം. സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയതിന് ശേഷം ഭർത്താക്കന്മാർ മാനസികമായി പീഡിപ്പിക്കുന്നു. മാനസികമായി പീഡിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഭർത്താവിന് മാത്രമല്ല ഇപ്പം ഉള്ളത്, പിന്നെ ഭർത്തൃ വീട്ടിലെ അമ്മ, സഹോദരിമാർ, അങ്ങനെ കുറേ അംഗങ്ങൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. അതുമൂലം നമ്മൾ എത്ര ആത്മഹത്യകൾ നമ്മൾ കണ്ടു. എന്നിട്ട് വല്ല തീരുമാനമായി? ഒന്നും ആയില്ല. അതുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു, കഷ്ടപ്പെട്ട് പഠിച്ച് സ്വന്തമായൊരു ജോലിയൊക്കെ നേടിയിട്ട് ജീവിതം ആസ്വദിക്കാൻ ഏറ്റവും ബെറ്റർ ഐഡിയ അല്ലേ, സൂപ്പർ ഐഡിയ അല്ലേ? കാരണം നമ്മൾ പഠിച്ചു, കഷ്ടപ്പെട്ടു, ഒരു ജോലിയായതിന് ശേഷം ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് നമ്മൾ കൊടുക്കുന്നു. പേരൻസ് അവർ ബാധ്യത തീർക്കുന്ന പോലെ ആ കുഞ്ഞിനെ കല്യാണം കഴിച്ച് വിട്ടു, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഏടെന്ന രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളെ കല്യാണം കഴിച്ച് സുരക്ഷിതരായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ നടത്തുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ വിവാഹ ജീവിതത്തിന് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല. കാരണം പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ ഓടിച്ചാടി നടന്ന് പറന്ന് ആ വീട്ടിലെ രാജകുമാരിയായിട്ട് വളർന്നുകൊണ്ടിരുന്ന ഒരു പെൺകൊച്ച് ഒരു സുപ്രഭാതി കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ ചെല്ലുമ്പോഴോ, ആ വീട്ടിൽ ചെല്ലുന്ന ഒരു ദിവസമൊക്കെ അവൾ വലിയ വന്ന റാണിയായിട്ടൊക്കെ നിൽക്കാം. പിറ്റേ ദിവസം അവൾക്ക് ഉറങ്ങാൻ പേടിയാണ്. കാരണം എന്താണെന്ന് പറയുമോ? അഥവാ ഉറങ്ങിപ്പോയ അമ്മായിയമ്മ ഇനി എന്ത് പറയും? അല്ലെ വീട്ടിലുള്ള നാത്തൂനെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്ത് വിചാരിക്കും? ഇനി അവരുടെയൊക്കെ മുഖം കാണണ്ടേ? അതുകൊണ്ട് നേരത്തെ ചില പെൺകുട്ടികളാണെങ്കിൽ അലാറം വെച്ചിരുന്നേക്കും. എന്തിനാ? പേടിച്ചിട്ട്. അവിടെ നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു പെൺകുഞ്ഞിനെ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ മുതൽ അവിടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, സന്തോഷം നിഷേധിക്കപ്പെടുന്നു, പിന്നെ സമാധാനം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പ്രാധാന്യം? സന്തോഷം, സമാധാനം, സ്വാതന്ത്ര്യം. ഇത് മൂന്നും അവിടെ ഇല്ലാതെയാവുക. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കല്യാണം കൊണ്ട് ഒരു കൊച്ചിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അതായത് 100-ൽ 80-85% കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. എന്നോട് തന്നെ സംസാരിക്കുന്ന പല പെൺകുട്ടികളും കല്യാണത്തെപ്പറ്റി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക്
ഓ എന്തിനാ കല്യാണം കഴിച്ചത് കൊണ്ടും വലിയ നേട്ടമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനില്ലല്ലോ. കല്യാണം കഴിഞ്ഞ നാട്ടുകാരുടെ മുന്നേ നമ്മൾ സേഫാക്കി എന്ന് വീട്ടുകാർക്കൊരു ചിന്ത, അത്രേ ഉള്ളൂ. കൂടി വന്ന 3 മാസം അല്ലെ 6 മാസം, അല്ലെങ്കിൽ നമ്മൾ ഓർക്കും വീട്ടുകാരെയും നാട്ടുകാരെയും സമൂഹത്തിനെയൊക്കെ ഓർത്തിട്ട് എങ്ങനെയെങ്കിലും കടിച്ചു പിടിക്കാമെന്ന് വിചാരിക്കുന്നവരാണ് ഈ 5, 8, 10 വർഷം വരെയൊക്കെ നീണ്ടു പോകുന്നത്. അപ്പോഴേക്കും 2 കുട്ടികളാവും. അപ്പോൾ ആ കുട്ടികളും അനാഥമാവും, ഈ പെണ്ണിൻ്റെ ജീവിതവും പോവും. അങ്ങനെ എല്ലാം ഒരുമാതിരി ലൈഫായിട്ട് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു അവസ്ഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ബുദ്ധിമതികളായ പെൺകുട്ടികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചൊരു ജോലിയൊക്കെ സമ്പാദിച്ച് ഇനി അഥവാ ജീവിതത്തിലൊരു പരാജയം വന്നാലും സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനൊരു പ്രാപ്തിയൊക്കെ നേടിയിട്ടുണ്ട് അവർ. അപ്പോൾ ഇനി എന്താവും മുന്നോട്ട് കേരളത്തിലെ പെൺകുട്ടികളുടെ വിവാഹം? അവർ കല്യാണം വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തുമോ? എത്തുന്ന വക്കിലൊക്കെ എത്തി നിൽക്കുകയാണ്, നമുക്ക് കാണാം. ഓക്കെ.